നമ്മൾ ദിവസവും പ്ലാസ്റ്റിക് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ശരിയാണ്. നമ്മൾ ഒരു തവണയെങ്കിലും പ്ലാസ്റ്റിക് കഴിക്കാറുണ്ട്. അതാണ് മൈക്രോ പ്ലാസ്റ്റിക്സ്. 5 mm താഴെ സൈസുള്ള പ്ലാസ്റ്റിക്കുകളെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് വായുവിലും നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സിലും ചില സ്ക്രബുകളിലും ടൂത്ത് പേസ്റ്റിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. കുപ്പിവെള്ളം, ടാപ്പ് വെള്ളം, സീ ഫുഡ്, പ്ലാസ്റ്റിക്കിൽ ഭക്ഷണം സൂക്ഷിക്കുമ്പോഴും അത് ചൂടാക്കുമ്പോഴും നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ സിന്തറ്റിക് ഫാബ്രിക്കുകൾ ക്ലീൻ ചെയ്യുന്നത് വഴി അങ്ങനെ പല രീതിയിൽ മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിൽ കടക്കാറുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്ന് നമ്മുടെ പ്രതിരോധ ശേഷിയെ നശിപ്പിക്കാറുണ്ട്. കുടലിൽ മൈക്രോബയോംസിനെ അഫക്ട് ചെയ്ത് ഡൈജഷനെ തടസ്സപ്പെടുത്തുന്നു. ചിലത് എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്ററായി ആക്ട് ചെയ്ത് ഫെർട്ടിലിറ്റിയെ ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ പോലെ പല പല അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഒഴിവാക്കാനായി ഗ്ലാസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സെറാമിക് കണ്ടെയ്നറുകൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ ഭക്ഷണം ചൂടാക്കുന്നത് ഒഴിവാക്കുക. കോട്ടൺ, ലിനൻ തുടങ്ങിയ നാച്ചുറൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിക്കുക. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ശരീരത്തിൽ കടക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും.